ഹായ് മകളെ, വെൽക്കം ടു എജ്യൂഫുഡ്. നമ്മൾ ഇന്ന് 9ാം ക്ലാസ് രണ്ടാമത്തെ പാഠം ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ദഹനവും പോഷക സംവഹനം എന്ന് പറയുന്ന ഈ പാഠം പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ മക്കൾക്ക് അറിയാം, ആദ്യമായിട്ട് ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവുക അമീബയിലെയും ഹൈഡ്രയിലെയും ന്യൂട്രീഷൻ എങ്ങനെ അവരെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നുള്ളതാണ് അല്ലേ. യെസ്, അമീബ എങ്ങനെ മക്കളെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമീബ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്നത് കപടപാദങ്ങളാണ് അഥവാ സ്യൂഡോപോഡിയകളാണ്. അതുപോലെ അവർക്കുള്ളത് കോശാന്തര ദഹനമാണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഫുഡ് അവരുടെ കോശത്തിനുള്ളിൽ വെച്ചിട്ടാണ് ദഹിപ്പിക്കുന്നത്. അതുപോലെ ഫുഡിനെ പുറന്തള്ളുന്നത് കോശത്തിലൂടെ തന്നെയാണ്, കോശോപരിതലത്തിലൂടെ അഥവാ സെൽ സർഫസിലൂടെയാണ് ഫുഡിനെ പുറന്തള്ളുന്നത്. അതുപോലെ നമ്മുടെ ഹൈഡ്രയിലോട്ട് വരികയാണെങ്കിൽ ഹൈഡ്ര ഫുഡ് കഴിക്കുന്നത് ടെൻഡാക്കിളുടെ സഹായത്തോടെയാണ്. ടെൻഡാക്കിൾ ഉപയോഗിച്ചിട്ട് ഇരയെ കുത്തിയിട്ട് എന്ത് ചെയ്യും, മരവിപ്പിച്ചിട്ടാണ് അവർ വായയിലൂടെ ഉള്ളിലോട്ട് എടുക്കുന്നത്. അവർ രണ്ട് തരത്തിലുള്ള ഡൈജഷൻ ഉണ്ട്. കോശബാഹ്യ ദഹനമുണ്ട്, കോശാന്തര ദഹനമുണ്ട്. അഥവാ ഈ കാണുന്ന ക്യാവിറ്റി, ഈ അറയെന്ന് പറഞ്ഞ കോശത്തിന്റെ പുറം ഭാഗമാണ്. അവിടെയുള്ള എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷനും കോശത്തിനുള്ളിൽ കോശാന്തരമായിട്ടുള്ള ഈ കോശങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും ഇവർക്കുണ്ട്. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ അവർ വായിലൂടെ തന്നെയാണ് പുറത്തോട്ട് കളയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മനുഷ്യന്മാരുടെ ഡൈജഷൻ ആണ്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ആക്കി മാറ്റുന്ന, നമ്മുടെ ശരീരത്തെ അബ്സോർബ് ചെയ്യാൻ വേണ്ട രീതിയിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്, പ്രവർത്തനമാണ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ. ഡൈജഷൻ രണ്ട് രീതിയിലുണ്ട്, കെമിക്കലും ഉണ്ട്, മെക്കാനിക്കലും ഉണ്ട് അല്ലെ. യെസ്, യാന്ത്രിക ദഹനമുണ്ട്, രാസിക ദഹനമുണ്ട്. യാന്ത്രിക ദഹനം എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊരു യന്ത്രം പോലുള്ള എന്തോ ഒരു പ്രവർത്തനം കൊണ്ട് ദഹനം നടക്കുന്നു. രാസിക ദഹനം എന്ന് പറഞ്ഞാൽ എൻസൈമുകളുടെ സഹായത്താൽ, ചില കെമിക്കൽ സബ്സ്റ്റൻസിന്റെ സഹായത്താൽ നടക്കുന്ന ഡൈജഷൻ ആണ്. ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ എലിമെന്ററി കനാലിയൻ പാത എന്നുള്ളതല്ല. ഫുഡ് കഴിക്കുമ്പോൾ ഏതിലൂടെയാണ് പോകുന്നത്? മൗത്ത് നില, വായൽ തുടങ്ങി അന്നനാളത്തിലൂടെ സ്റ്റൊമക്ക് ആമാശയത്തിലെത്തി ചെറുകുടൽ സ്മോൾ ഇൻഡസ്ട്രിയോട്ട് പോയി ലാർജ് ഇൻഡസ്ട്രിയോട്ട് പോയി അവസാനം അത് ഏനസിലൂടെ പുറന്തള്ളുന്നു. ഇത്രയും കാര്യം നമ്മുടെ ഡൈജഷനിൽ എലിമെന്ററി കനാൽ പഠിക്കാനുള്ളത്. ആദ്യം ഉണ്ടാവുക നമ്മളെ മൗത്തിൽ വെച്ച് നടക്കുന്ന കെമിക്കലും മെക്കാനിക്കൽ ഡൈജഷൻ ആണ്. അഥവാ വായൽ വെച്ച് നടക്കുന്ന യാന്ത്രിക ദഹനം എന്താണ്, രാസിക ദഹനം എന്താന്നുള്ളതാണ്. ആദ്യം പഠിക്കാനുള്ള എന്താ മക്കളെ, യാന്ത്രിക ദഹനം മീൻ വായ അല്ലെ. വായയിൽ മൗത്ത് വെച്ച് നടക്കുന്ന യാന്ത്രിക ദഹനമാണ്. എന്റെ മക്കൾക്ക് അറിയാം, യന്ത്രം പോലെ എന്തോ പ്രവർത്തിച്ചിട്ട് ദഹനത്തിന് സഹായിക്കുന്നു. അത് ആരാടാ? സ്വാഭാവികമായിട്ടും പല്ലുകളാണ് അതിനെ സഹായിക്കുന്നത്. പല്ലുകളിൽ പഠിക്കേണ്ടത് പല്ലിയുടെ ഭാഗങ്ങളാണ്. ഇനാമൽ ഉണ്ട്, പുറത്ത് കാണുന്ന ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറഞ്ഞാൽ. അടുത്ത ഡെൻഡൈൻ ആണ്. ഡെൻഡൈന് കൊണ്ടാണ് ഈ കാണുന്ന വെള്ള വര കാണുന്ന ഭാഗമാണ് ഡെൻഡൈൻ എന്ന് പറഞ്ഞാൽ. ഈ ഡെൻഡൈന് കൊണ്ടാണ് നമ്മുടെ പല്ല് നിർമ്മിച്ചിട്ടുള്ളത്. ലിവിങ് ടിഷ്യൂ ആണ് വിച്ച് ടൂത്ത് ഈസ് ഫോംഡ്. അടുത്ത മക്കളെ പൾപ്പ് ക്യാവിറ്റി ആണ്. ഈ കാണുന്ന ഒരുപാട് നമ്മുടെ വെസൽസ്, രക്തക്കുഴലുകളിൽ കാണുന്ന ബ്ലഡ് വെസൽസ് കാണുന്ന ക്യാവിറ്റിയാണ് പൾപ്പ് ക്യാവിറ്റി. അഥവാ പൾപ്പിനെ കാണുന്ന ക്യാവിറ്റിയാണ് മക്കളെ എന്ത്, പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ. അതും ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അവസാനം പല്ലിനെ ഉറപ്പിച്ച് നിർത്തി അല്ലെ, മോണയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള കാൽഷ്യം അടങ്ങുന്ന ഭാഗം, ആ ഭാഗത്തിന്റെ പേരാണ് എന്ത്, സിമെന്റം. കാൽഷ്യം അടങ്ങുന്ന ഭാഗം ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതാണ് മക്കളെ എന്ത്, സിമെന്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത എന്താ, വായയിലെ രാസിക ദഹനമാണ്, കെമിക്കൽ ഡൈജഷൻ ആണ്. വായയിൽ ആകെ സ്റ്റാർച്ചിന്റെ ദഹനം മാത്രമേ നടക്കുന്നുള്ളൂ. സ്റ്റാർച്ച് അഥവാ അന്നജത്തിന് സലൈവയിൽ കാണുന്ന, ഉമിനീരിൽ കാണുന്ന നമ്മുടെ സലൈവറി അമിലേസിൽ എന്താക്കി മാറ്റുന്നു? യെസ്, അതിനെ നമ്മൾ പാർശ്വമായിട്ട് അഥവാ ചെറിയ രീതിയിൽ പകുതി എന്തെന്ന് ദഹിപ്പിക്കുന്നു. ബാക്കി ദഹനം നടക്കുന്നത് പിന്നീടുള്ള സ്റ്റൊമക്കിലും പാങ്ക്രിയാസിലേക്ക് വെച്ചിട്ടാണ്. റെഡി. അടുത്ത എന്താ മക്കളെ, ഈസോഫാഗസ്. മൗത്ത് കഴിഞ്ഞു, മൗത്തിലെ രാസിക ദഹനം കഴിഞ്ഞു, യാന്ത്രിക ദഹനം കഴിഞ്ഞു, മെക്കാനിക്കലും അതുപോലെ തന്നെ കെമിക്കലും കഴിഞ്ഞു. അടുത്ത് മൗത്തിൽ നിന്ന് നേരെ എടുക്കുക വരുന്നത് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലോട്ട് വരുന്നു. ഈസോഫാഗസിൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു വെയ്ബിലേക്ക് മോഷൻ ഉണ്ട്. ഈ വെയ്ബിലേക്ക് മോഷന്റെ പേര് മക്കളെ എന്ത്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന വെയ്ബിലേക്ക് മോഷൻ ആണ് അതിനെ സ്റ്റൊമക്കിലോട്ട് കറക്റ്റ്, ഇവിടെ വൈക്കലൊന്നും തങ്ങി നിൽക്കാതെ സ്റ്റെക്ക് വരാതെ കൃത്യമായിട്ട് സ്റ്റൊമക്കിലോട്ട് വയറിലോട്ട് എത്തിക്കുന്നത്. വയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു മക്കളെ, രണ്ട് രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് മുന്നേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് മക്കളെ? യെസ്, ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തില് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിൻഡ് പൈപ്പിനെ മൂടുന്ന, അഥവാ ഇതിലൂടെ എയർ പോകും, ഇതിലൂടെയാണ് ഫുഡ് പോകുന്നത്. ഈ എയർ പോകുന്ന പൈപ്പിനെ മൂടുന്ന ഇവിടെ കാണുന്ന എപ്പിഗ്ലോട്ടിയസ് എന്ന് പറയുന്ന അടപ്പുണ്ട്. ആ എപ്പിഗ്ലോട്ടിയസ് എന്നുള്ള അടപ്പ് കൃത്യമായിട്ട് അടയാതെ വരികയും ഫുഡ് നേരെ കാറ്റ് പോകുന്ന വിൻഡ് പൈപ്പിലോട്ട് വരികയും നമുക്ക് ശ്വാസ തടസ്സം ഉണ്ടാകാനും അത് പിന്നീട് മരണത്തിലോട്ട് വരെ കാരണമാവാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. അടുത്ത ഭാഗം മക്കളെ നമ്മൾ എന്തിലോട്ട് പോകുന്ന, ആമാശയത്തിൽ സ്റ്റൊമക്കിൽ വെച്ച് നടക്കുന്ന യാന്ത്രിക ദഹനത്തിലോട്ട് പോവാണ്. യാന്ത്രിക ദഹനം എന്താ മക്കളെ, അവിടെ നടക്കുന്നത് പെരിസ്റ്റാൾസിസ് എന്നതാണ്. എന്താണ് പെരിസ്റ്റാൾസിസ് പറഞ്ഞ് വെയ്വിലേക്ക് മോഷൻ ആണ്. ഇവിടെ പ്രത്യേകം ഓർത്തുക്കുന്ന ഒരു കാര്യം, ഇവിടെ സർക്കുലാർ മസിൽസ്
വലയ പേശികൾ എന്ന് പറയുന്ന പേശികൾ നമ്മുടെ ഫുഡിന് കൃത്യമായ സമയം, എത്ര സമയമാണോ വയറിൽ നിൽക്കേണ്ടത് അത്രത്തോളം സമയത്ത് നമ്മുടെ ഫുഡിനെ അവിടെ പിടിച്ചു നിർത്താൻ ആര് സഹായിക്കുന്നുണ്ട്? വലയ പേശികൾ സഹായിക്കുന്നുണ്ട്. അടുത്ത മക്കളെ നമ്മുടെ വയറിൽ നടക്കുന്ന കെമിക്കൽ ഡൈജഷൻ ആണ്, അഥവാ രാസിക ദഹനമാണ്. രാസിക ദഹനം എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് ഒരുപാട് എൻസൈമുകളുടെയും കെമിക്കൽസും സഹായത്തിലാണ്. നമ്മുടെ ആമാശയത്തിലുള്ള കെമിക്കൽ ഒന്നാമത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്. HCl ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിലുള്ള രോഗാണുക്കളെ, ഫുഡിൽ കാണപ്പെടുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയും pH കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അടുത്തൊരാൾ നമ്മുടെ ആമാശയത്തിൽ കാണുന്ന കെമിക്കൽ ഡൈജഷൻ സഹായിക്കുന്ന ആള് പെപ്സിൻ ആണ്. പെപ്സിൻ ഉത്തരം പേരിന് കിട്ടും, പെപ്സിൻ പ്രോട്ടീൻ. പെപ്സിൻ പ്രോട്ടീൻ, പ്രോട്ടീനിന്റെ ഭാഗികമായിട്ടുള്ള പാർഷ്യൽ ഡൈജഷൻ സഹായിക്കുന്നത് പെപ്സിൻ ആണ്. അടുത്തും പേരിന് ഉത്തരം കിട്ടും മക്കളെ, ലിപ്പേസ് ലിപ്പിഡ്. എന്താടാ? ലിപ്പേസ് ലിപ്പിഡിന്റെ ഡൈജഷൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, കൊഴുപ്പിന്റെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അവസാനം കാണുന്ന ശ്ലേഷ്മം എന്ന് പറയുന്ന ഭാഗം, അത് അങ്ങനെ കെമിക്കൽ ഭാഗമാണോ വെച്ചാൽ അല്ല, ആണോ വെച്ചാൽ ആണ് അല്ലെ. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഈ കെമിക്കൽസിന്റെ പ്രവർത്തനത്തിൽ നിന്നും നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികളെ സംരക്ഷിക്കുക. HCl ആസിഡ് വന്നിട്ട് ആമാശയത്തിലായാൽ ആമാശയത്തിൽ ഓട്ടകൾ വരും, തുളകൾ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആര്? ശ്ലേഷ്മം അഥവാ മ്യൂക്കസ് എന്ന് പറഞ്ഞ പ്രൊട്ടക്റ്റഡ് സ്റ്റൊമക്ക് അല്ലെ, ഫ്രം ദി ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് നേരെ ഫുഡ് എടുക്കുക പോടാ. സ്റ്റൊമക്കിൽ നിന്ന് രണ്ട് തരത്തിൽ ഡൈജഷൻ കഴിഞ്ഞു, കെമിക്കലും മെക്കാനിക്കലും കഴിഞ്ഞു, യാന്ത്രികവും രാസിക ദഹനവും കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ടാണ്, ചെറുകുടലിലോട്ടാണ്. ചെറുകുടലിൽ ആദ്യം യാന്ത്രിക ദഹനമുണ്ട്. രണ്ട് രീതിയിലുള്ള യാന്ത്രിക ദഹനമുണ്ട്. ഒന്ന് പെരിസ്റ്റാൾസിസ് ആണ്, മറ്റൊന്ന് സെഗ്മെന്റേഷൻ ആണ്. മക്കൾ ഈ ഫോട്ടോ ഇമ്പോർട്ടന്റ് ആണ്, കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ നിന്നിട്ട് ഇത് എന്താണ് സാധനം ചോദിച്ചിട്ടുണ്ട്. മക്കൾ ചിന്തിച്ച ഓർത്ത് വെക്കുക, ഇതെന്താണ്? സെഗ്മെന്റേഷൻ ആണ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ വേവിലേക്ക് മോഷൻ ആണെങ്കിൽ, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ അമർത്തി പോകുന്ന തരത്തിലുള്ള മോഷനാണ്, അഥവാ അതിന്റെ പേര് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത സെഗ്മെന്റേഷൻ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലെ ഇൻഡസ്റ്റൈനിലെ, നമ്മുടെ കുടലിലെ രാസിക ദഹനത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. ഈ ഇൻഡസ്റ്റൈനിൽ കൃത്യമായിട്ട് ഒരുപാട് എന്തൊന്നുമില്ല, രാസ കെമിക്കൽസ് ഒന്നുമില്ല. ഈ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തണം. ഓർഡർ ചെയ്യുന്ന സ്ഥലം ഒന്നാമത്തെ ഫാക്ടറി ലിവർ, രണ്ടാമത്തെ ഫാക്ടറി പാങ്ക്രിയാസിൽ നിന്നും കരളിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിന് നമ്മൾ നമ്മുടെ ഇൻഡസ്റ്റൈനിലോട്ട്, ചെറുകുടലിലോട്ട് എത്തിക്കുന്നത്. അതിൽ നിന്നും ലിവർ കൊണ്ടുവരുന്ന ബൈലാണ്. ബൈല് ചിന്തിക്കുമ്പോൾ ഓർത്തു വെക്കണം, ബൈല് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗാൾ ബ്ലാഡറിലാണ്, അഥവാ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് പിത്താശയത്തിലാണ്. ആവശ്യമുണ്ടാകുമ്പോൾ പിത്താശയത്തിൽ നേരെ നമ്മൾ കുടലിലോട്ട് കൊണ്ടുവരികയും ചെയ്യുക. പ്രത്യേക ഒരു കാര്യം ഓർത്ത് വെക്കേണ്ടത്, ബൈലിൽ എന്ത് കാണാറില്ല? എൻസൈമുകൾ കാണാറില്ല. സർ, എൻസൈമുകളല്ലേ കെമിക്കൽസ്, അവരില്ലാതെ എങ്ങനെ നമ്മുടെ ദഹനം നടക്കും? ഓർത്ത് വെക്കുക, ബൈലിന്റെ ദഹനം ഇമ്പോർട്ടന്റ് ദഹനമാണ്, ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. ബൈല് നമ്മളെ ഫാറ്റിനെ അഥവാ കൊഴുപ്പിനെ സ്മാൾ പാർട്ടിക്കിൾസ്, കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ബൈലുകളാണ്. അടുത്ത ആള് പാങ്ക്രിയാസ് ആണ്. പാങ്ക്രിയാസ് ഒരുപാട് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആളായ മക്കളെ പാങ്ക്രിയാറ്റിക് അമിലേസ് ആണ്. അമിലേസ് ആണ് നമ്മുടെ മൗത്തിൽ നിന്നും സ്റ്റാർച്ചിനെ പകുതി ദഹനം ചെയ്ത് അലവ് വെച്ചിരുന്നു അല്ലെ, അതിന്റെ ബാക്കി എന്ത് ചെയ്യുന്നത്? പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തിന്റെ ബാക്കി ദഹിപ്പിക്കുന്നു. അതുപോലെ ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ പെപ്സിന്റെ എളാപ്പാന്റെ മൂത്താപ്പാന്റെ കസിൻ സിബ്ലിംഗ് കുട്ടിയാണ് പെപ്സിൻ, ട്രിപ്സിൻ. ഒരേ ആൻസർ അല്ലെ. പ്രോട്ടീൻ ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. പ്രോട്ടീൻ. അടുത്ത ലിപ്പേസ്, നമുക്കറിയാം ഓൾറെഡി. ലിപ്പേസ് ലിപ്പിഡ് ആണ്. ലിപ്പിഡിന്റെ ഡൈജഷൻ സഹായിച്ചിട്ട് ലിപ്പിഡിനെ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളും ആക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാസിക ദഹനത്തിൽ വരുമ്പോൾ പറഞ്ഞു, യെസ്, ഡൈജസ്റ്റ് സിസ്റ്റം ഇതിനെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ് അഥവാ നമ്മുടെ കാർബോഹൈഡ്രേറ്റുകളെ ചെറുകുടലിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ് എന്നാക്കി മാറ്റും. ഗലക്ടോസ് ആക്കി മാറ്റുന്നു. പ്രോട്ടീനിനെ ചെറുകുടലിൽ വെച്ചിട്ട് അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ഈ പറയപ്പെട്ടുള്ള ആളുകളെ മൊത്തം ശരീരം സ്വീകരിക്കാൻ നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ, സ്വീകരണം, നമ്മുടെ ആഗിരണം തുടങ്ങുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണെങ്കിലും അവസാനിക്കുന്നത് വൻകുടലിൽ വെച്ചിട്ടാണ്. അഥവാ നമ്മൾ ചെറുകുടലിൽ വെച്ചിട്ട് അബ്സോർബ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യം എടുത്തിട്ട് ബാക്കി വീണ്ടും ചില വാട്ടർ, സാൾട്ട് പോലെ ചില ആളുകൾ ഉണ്ടാകും, അതിനെ ആഗിരണം ചെയ്യുന്നത് അഥവാ ജലം, ലവണം പോലെയുള്ള ആൾക്കാരെ ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. അവസാനം നമ്മളെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഫുള്ള് വേസ്റ്റ് പുറം തള്ളു അല്ലെ. ഇങ്ങനെ എങ്ങനെയാണ് സാർ ആഗിരണം നടക്കുന്നത്? എങ്ങനെയാണ് സാർ അബ്സോർപ്ഷൻ നടക്കുന്നത്? അബ്സോർപ്ഷൻ സഹായിക്കുന്ന വില്ലസുകൾ എന്ന് പറയുന്ന ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് വില്ലസുകൾ അല്ലെങ്കിൽ വില്ലൈ എന്ന് വിളിക്കും. ഇതിനൊരു ഫോട്ടോ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടയാളപ്പെടുത്ത മക്കൾ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. റെഡി. ഏറ്റവും പുറമെ ഒറ്റ നിര എപ്പിത്തീലിയൽ കോശങ്ങളുണ്ട്. രക്തലോമികളുണ്ട്. ഈ രക്തലോമികളിലോട്ടാണ് ഈ പറയപ്പെട്ടുള്ള ആളുകൾ അഥവാ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ് ഇത്രയും ആളുകൾ അബ്സോർബ് ചെയ്യപ്പെടുന്നത് എവിടേക്കാണ്? രക്തലോമികളിലോട്ടാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡുകളെ അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലോട്ടാണ്. അഥവാ ബ്ലഡ് ആണ് അതിനെ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന മറ്റൊരാളാണ് ലിംഫ്. ബ്ലഡിന്റെ കൂടെ തന്നെ കാണുന്ന ആളാണ് ലിംഫ്. ആ ലിംഫിലോട്ടാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിപ്പിഡിനെ
നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റി വെച്ചിരുന്നു. അതിനെ സ്വീകരിക്കുന്നത് ബ്ലഡ് അല്ല, പകരം ആരാണ്? ലാക്റ്റേലാണ് അഥവാ ലിംഫാണ് അല്ലെ, ലിംഫുകളാണ്. ഇത്രയും കാര്യമാണ് നമ്മുടെ ഡൈജഷൻ. ഇതോടുകൂടി ഡൈജഷൻ അവസാനിച്ചു. അടുത്ത മക്കൾ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കുലേഷൻ ആണ്. സർക്കുലേഷൻ പറയുമ്പോൾ ആദ്യം നമ്മൾ ആരെ പറ്റി പറയണം? ബ്ലഡ്, പിന്നെ ഹാർട്ട് അല്ലെ മക്കളെ. എന്ത് ബ്ലഡിനെ പറ്റി പറയുമ്പോൾ ബ്ലഡിൽ 55% എന്താണ്? പ്ലാസ്മയാണ്. ബാക്കി 45% ബ്ലഡ് സെൽസ് ആണ്. ബ്ലഡ് സെൽസ് 55% പ്ലാസ്മയാണ്. ഇതിന് കൃത്യമായ ഡിവിഷൻ മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ഈ ബ്ലഡ് സെൽസിൽ തന്നെ ചില നമ്മൾ RBCകൾ ഉണ്ടാകാറുണ്ട്, WBCകൾ ഉണ്ടാകാറുണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ 55% പ്ലാസ്മയിലുള്ള ആളുകൾ അധികവും വാട്ടർ ആണ്. അതുപോലെ തന്നെ എന്തുണ്ടാവാറുണ്ട്? വാട്ടർ അല്ലെങ്കിൽ ജലം ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രോട്ടീനുകളാണ്. പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻ AGF ആണ് സർ, KGF അല്ല. ഇതെന്താണ്? AGF ആണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനുകളും എവിടെ കാണാറുണ്ട്? പ്ലാസ്മയിൽ കാണാറുണ്ട്. അത് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ്, ബ്ലഡ് വെസൽസ് ആണ്. ഒന്നാമത് ആർട്ടറിയാണ്. ആർട്ടറിയാണ് ബ്ലഡ് ഹൃദയത്തിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഹൃദയമാണ് ഇതെങ്കിൽ ഹൃദയത്തിൽ നിന്നും കൊണ്ടുപോകുന്നത് ആരാടാ? അത് ആർട്ടറികളാണ് അഥവാ ധമനികളാണ്. അപ്പൊ ധമനികളുടെ നല്ല സ്പീഡിൽ, നല്ല പ്രഷറിൽ, ബ്ലഡിന് ഹാർട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവും, നല്ല പ്രഷർ ഉണ്ടാവും. അത്രയും സ്പീഡിലും പ്രഷറിലും പോകുന്നത് കൊണ്ട് നല്ല കട്ടിയുള്ള വാളുകളായിരിക്കും ആർട്ടറിക്ക് ഉണ്ടാകുക. അതുപോലെ തന്നെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുവരുന്ന ആളാരാണ്? അത് വെയിൻസ് ആണ്. വെയിൻസ്, സിരകൾ എന്ന് മലയാളത്തിൽ വിളിക്കും. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, വെയിൻസിലൂടെ വളരെ കുറഞ്ഞ പ്രഷറിൽ, കുറഞ്ഞ മർദ്ദത്തിൽ, കുറഞ്ഞ സ്പീഡും എല്ലാം അരിച്ചരിച്ച് ആര് പോകുള്ളൂ? ബ്ലഡ് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ഭിത്തികൾ എന്ത് കാരണം കട്ടി കുറവായിരിക്കും. വെയിൻസിൽ ഒരു പ്രത്യേക പോയിന്റ് പഠിക്കാനുണ്ട്. വെയിൻസിൽ അഥവാ സിരകളിൽ എന്ത് കാണുന്നുണ്ട്? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. വാൽവുകൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ള ഒരാളാണ് ഇതിന് ഇടയിൽ ആർട്ടറിയെയും സിരകളും തമ്മിൽ കണക്ട് ചെയ്യുന്ന പറഞ്ഞ ഭാഗമാണ് ആര്? ലോമിക എന്ന് പറഞ്ഞാൽ. ലോമികയും ഒറ്റ നിര കോശങ്ങളാണ്. അതിലൊക്കെ എന്ത് കാണുന്നുണ്ട്? ഒരുപാട് സുഷിരങ്ങൾ, ഓട്ടകൾ കാണുന്നുണ്ട്, സുഷിരങ്ങൾ കാണുന്നുണ്ട് അഥവാ മൈന്യൂട്ട് പോർസ് കാണുന്നുണ്ട്. അവിടെയും വളരെ സ്പീഡ് കുറഞ്ഞ് ചെറിയൊരു മർദ്ദത്തിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യാറുള്ളത്. അടുത്ത് നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആണ്, സംവഹനമാണ്, നമ്മുടെ പോഷകഘടകങ്ങളുടെ സംവഹനമാണ്. അഥവാ എങ്ങനെയാണ് ശരീരത്തിലോട്ട് ഇത് എല്ലാ ഭാഗത്തും എത്തുന്നത്. എൻ്റെ മക്കൾക്ക് അറിയാം, നമ്മൾ നേരത്തെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗ്ലക്ടോസ്, അമിനോ ആസിഡിനെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്ത് വെച്ചു, സ്വീകരിച്ചു വെച്ചു. ഫാറ്റി ആസിഡിനെ ഗ്ലിസറിനോട് ലിംഫിലോട്ട് സ്വീകരിച്ചു വെച്ചു. ഈ ബ്ലഡും എല്ലാ ഭാഗത്തേക്കും പോകും, ലിംഫും എല്ലാ ഭാഗത്തേക്കും പോകും. ഈ എല്ലാ ഭാഗത്തേക്കും പോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന ആളാരാണ്? ഹാർട്ട് അല്ലെ. ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോഴാണ് എല്ലായിടത്തും ഭാഗത്തേക്കും പോകുന്നത്. അപ്പൊ ഈ പറയപ്പെട്ട ആളുകൾ മൊത്തം എത്തിക്കണം? ഹാർട്ടിലോട്ട് എത്തിക്കണം. ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്, ഈ 3 ആളുകൾ നമുക്കറിയാം ബ്ലഡിലാണുള്ളത്. ഈ ബ്ലഡ് നേരെ എടുക്ക് പോകും? ലിവറിലോട്ട് പോകും. ലിവറിൽ നിന്നും നേരെ എടുക്ക് പോകുന്നു? ഹാർട്ടിലോട്ട് പോകുന്നു. 2 സ്റ്റെപ്പിൽ പരിപാടി തീർന്നു കേട്ടോ. അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും സ്വീകരിച്ചിട്ടുള്ളത് ലിംഫിലോട്ടാണ്. ലിംഫിന് ബാക്കി സ്റ്റോപ്പ് ഒന്നുമില്ല, ഡയറക്റ്റ് കൊടുക്കാന്ന് പോകുന്നത് ഹാർട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ബ്ലഡിൽ നിന്ന് ലിവറിലോട്ട് കൊണ്ടുപോകുന്നത് സിരകളുണ്ട്. അവർ വിളിക്കുന്ന പേര് പോർട്ടൽ വെയിൻ എന്നാണ്, അഥവാ പോർട്ടൽ സിരകൾ എന്നാണ്. ഇംഗ്ലീഷ് മരുന്ന് ഒരേ പേരാണ് കേട്ടോ. ലിവറിൽ നിന്നും ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് ആണ് കേട്ടോ. ഹെപ്പാറ്റിക് വെയിൻ ആണ് അഥവാ ഹെപ്പാറ്റിക് സിരകളാണ്. സർ ഞങ്ങൾക്ക് ഇത് മാറിപ്പോവാൻ സാധ്യത ഉണ്ടല്ലോ സാറേ, ഈ പോർട്ടലും ഹെപ്പാറ്റിക്കും അങ്ങോട്ടോട്ട് മാറിപ്പോകോ? മക്കളെ മാറിപ്പോകില്ല കേട്ടോ. ഹാർട്ടിന്റെ അടുത്തുള്ളത് അല്ലെ, ലിവറിൽ നിന്നും ഹാർട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഹെപ്പാറ്റിക്, ഹാർട്ട് ഹെപ്പാറ്റിക്, ഹെപ്പാറ്റിക് ഹാർട്ട്, അങ്ങനെ ഓർത്ത് വെച്ചാൽ ഒരിക്കലും മാറിപ്പോകില്ല. ലിംഫിനെ കൊണ്ടുപോകും, ലിംഫിലൂടെയുള്ള കാര്യം കൊണ്ടുപോകുന്നത് ലിംഫ് വെസലുകളാണ്, ലിംഫ് വാഹികളാണ് എന്ന് കൂടി ഓർത്ത് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ തീർന്നു കേട്ടോ. അടുത്ത നമ്മൾ ഹൃദയത്തിലോട്ട് കയറാൻ. ഹൃദയത്തിന് പ്രൊട്ടക്ഷൻ 2 രീതിയിലുണ്ട്. പെരികാർഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെംബ്രെയിൻ കൊണ്ട് ഹൃദയം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല അവർക്കിടയിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ദ്രവം കൂടി നിറച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫോട്ടോ കണ്ട് അടയാളപ്പെടുത്താൻ മക്കൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ലേബൽ ചെയ്യാൻ, അടയാളപ്പെടുത്താൻ നിർബന്ധമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ നേരെ ഹൃദയത്തിലോട്ട് കയറാൻ. ഹൃദയത്തിന് മൊത്തം 4 അറകളുണ്ട്. 2 ഏട്രിയം, 2 വെൻട്രിക്കിൾ. മക്കളെ കോഡ് ഉണ്ട് കേട്ടോ. ഏട്രിയം ഇംഗ്ലീഷ് അക്ഷരമാല എടുക്കുകയാണെങ്കിൽ A ആണ് ആദ്യം വരിക, അതുകൊണ്ട് A മേലത്തെ അറയിൽ എഴുതുന്നു. പിന്നെ അവസാനമാണ് V വരാറുള്ള, V താഴത്ത് എഴുതുന്നു. ഇടയിലടാ. പിന്നെ റൈറ്റോ ലെഫ്റ്റോ എന്നുള്ളത്, ഇടത് വലത് എന്നുള്ളതാണ് നമ്മളെ നോക്കുന്ന രീതിയിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ പാഠം, നമ്മുടെ ഈ ടെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗമാണ് വലത്, ഈ ഭാഗമാണ് ഇടത്, അഥവാ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓക്സിജൻ കുറഞ്ഞ ചീത്ത ബ്ലഡ് മഹാസിരയിലൂടെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തോട്ട് വരുന്നു, വലത് ഏട്രിയത്തോട്ട് വരുന്നു. അവിടെ നിന്ന് നേരെ ഏട്രിയത്തോട്ട് ബ്ലഡ് വന്നാൽ നേരെ എന്ത് സംഭവിക്കും? ഏട്രിയം ചുരുങ്ങും, ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കും. ബ്ലഡ് നേരെ എടുക്ക് പോയി ട്രൈയിലൂടെ, അഥവാ ട്രൈ കസ്പിഡ് വാൾവ്,
റൈറ്റ് ഭാഗത്ത് കാണപ്പെടുന്ന വാൾവ്, മകളെ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിച്ചു വെക്കണ്ടോ, കോഡാണ്. റൈറ്റ് ഭാഗത്ത് കാണപ്പെടുന്ന വാൾവ് ട്രൈ കസ്പിഡ് വാൾവ്. റൈറ്റ് 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 ഭാഗത്ത് കാണപ്പെടുന്ന വാൾവ് ട്രൈ കസ്പിഡ് വാൾവും നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് കാണപ്പെടുന്നത് ബൈ കസ്പിഡ് വാൾവുമാണ്. അപ്പോൾ ഇവിടുന്ന് ഏട്രിയത്തിൽ ബ്ലഡ് വരുന്നു, ഏട്രിയം ചുരുങ്ങുന്നു, ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഏട്രിയം ചുരുങ്ങുക എന്നാണ് അർത്ഥം കേട്ടോ. ഏട്രിയം ചുരുങ്ങി കഴിഞ്ഞാൽ ബ്ലഡ് നേരെ വാൾവിലൂടെ വെൻട്രിക്കിലോട്ട് വരും, വെൻട്രിക്കിൾ ചുരുങ്ങുന്നു, വെൻട്രിക്കിൾ ബ്ലഡ് വന്നാൽ വെൻട്രിക്കിൾ ചുരുങ്ങും, അഥവാ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് വിളിക്കും. വെൻട്രിക്കിൾ ചുരുങ്ങിയാൽ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോകുന്ന ധമനി നമ്മൾ ശ്വാസകോശ ധമനി എന്ന് വിളിക്കും. ശ്വാസകോശത്തിന് മറ്റൊരു പേര് പൾമണറി എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് പൾമണറിയിലോട്ട് പോകുന്ന ആർട്ടറി എന്ന് വിളിക്കുന്ന പേര് പൾമണറി ആർട്ടറി എന്നാണ്. പൾമറിയിൽ നിന്ന് വരുന്ന സിര അതിന് വിളിക്കുന്ന പേര് ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി വെയിൻ എന്നാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്നു, ഏട്രിയത്തിൽ ബ്ലഡ് വന്നാൽ ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുന്നു, വാൾവിലൂടെ വെൻട്രിക്കിൾക്ക് പോകുന്നു, വെൻട്രിക്കിൾ ബ്ലഡ് വന്നാൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കുന്നു, ബ്ലഡ് നേരെടുക്ക് പോകുന്നു, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് അയോട്ടയിലൂടെ അഥവാ മഹാധമനിയിലൂടെ പോകുന്നു. ഈ മൊത്തം സർക്കിൾ കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും, നമ്മുടെ ഹാർട്ട് വീണ്ടും ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഏട്രിയം ചുരുങ്ങുന്നു, വെണ്ടുകൾ ചുരുങ്ങുന്നു, രണ്ടും ഒരേ സമയം നിവരുന്നു, ജോയിന്റ് ഡയസ്റ്റോൾ. ഈ ജോയിന്റ് ഡയസ്റ്റോൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാ, ഇങ്ങനെ ജോയിന്റ് ഡയസ്റ്റോൾ സംഭവിക്കുന്നത് കൂടിയിട്ട് ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അഥവാ ഇതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അതാണ് ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 72 തവണയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഓരോ തവണ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ഇലക്ട്രിക് ഇമ്പൾസ് ആണ്, ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു കറണ്ടിന് ആവശ്യമുണ്ട്. അതിനെ തുടങ്ങാൻ വേണ്ടിയിട്ട് ആ കറണ്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ SA നോഡുകളാണ്, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് വിളിക്കും പേസ് മേക്കർ. റെഡി. അടുത്ത മക്കൾ പഠിക്കേണ്ടത് ECG ആണ്. നിങ്ങൾ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് നമ്മളൊരു ഗ്രാഫ് രൂപത്തിലാക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. എൻ്റെ മക്കള് സിനിമയിലെ കണ്ടിട്ടുണ്ടാവും. റാജു. റെഡി. അങ്ങനെ സെറ്റ്. അടുത്ത എന്താടാ, വേവിലേക്ക് മോഷൻ ഓൺ ആർട്ടറീസ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ആർട്ടറിയിൽ ഉണ്ടാവുന്ന വേവിലേക്ക് മോഷൻ, തരംഗ രൂപത്തിലുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് പൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പൾസിന്റെ എണ്ണവും നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ എണ്ണവും സെയിം ആയിരിക്കും അല്ലെ. ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൾസ് വേവിലേക്കാണ് മോഷനാണ് പൾസ്. ഹാർട്ട് മിടിക്കുന്ന സമയത്ത്, ഹൃദയം മിടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തരംഗ ചലനമാണ് പൾസ്. അപ്പോൾ ഹൃദയം മിടിക്കുമ്പോഴേ പൾസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ എത്ര വട്ടം ഹൃദയം വിളിച്ചാലും അത്ര വട്ടം പൾസ് ഉണ്ടാകും. അഥവാ ഹൃദയം മിടിക്കുന്ന എണ്ണം ഈസ് ഈക്വൽ ടു പൾസിന്റെ എണ്ണം. റെഡി അല്ലേടാ? ഓക്കെ. അടുത്ത എന്താണ്, ബ്ലഡിന്റെ സമ്മർദ്ദമാണ്. നമ്മൾ ഹൃദയം മിടിക്കുന്ന സമയത്ത് രക്തം പോകും. ഈ രക്തം പോയിട്ട് നമ്മുടെ ധമനികളുടെ ഭിത്തികൾ കൊണ്ട് അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ. ധമനി ഭിത്തികളിൽ ആർട്ടറികളുടെ വാളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ബ്ലഡ് പ്രഷർ ഓരോ സമയം ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്തും ഹാർട്ട് സിസ്റ്റോൾ ഉണ്ട്, ഡയസ്റ്റോൾ ഉണ്ട് അല്ലെ. സിസ്റ്റോളിന്റെ സമയത്ത് 70 ml ബ്ലഡ് പോകും, ഡയസ്റ്റോളിന്റെ സമയത്തും 70 ml ബ്ലഡ് പോകും. ആ സിസ്റ്റോൾ സമയം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഹാർട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണ്, അത് സിസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കും. അത് 120 ആണ്. മറ്റേത് ഹാർട്ടിലോട്ട് ബ്ലഡ് വരികയാണ്, അപ്പോൾ ബ്ലഡ് ഹാർട്ട് സ്പീഡ് കുറവായിരിക്കും, അപ്പം ഉണ്ടാകുന്ന മർദ്ദം 80 mmHg ആണ്, അഥവാ ഡയസ്റ്റോളിക് പ്രഷർ 80 ആണ്. അപ്പോൾ ഒരു നോർമൽ എന്ന് പറയുമ്പോൾ 120/80 mmHg ആണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ, സോറി ഹാർട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ അഥവാ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ. നമ്മുടെ രക്തസമ്മർദ്ദം അളക്കാൻ 2 അളവ് കോലുകൾ, സിഗ്മോമാനോമീറ്ററുകൾ ഉണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഒന്ന് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉണ്ട്. നമ്മുടെ ഹൃദയന്റെ മക്കൾക്ക് അറിയാം, ഒരേ ബ്ലഡ് അല്ലേ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, ഹാർട്ടിലേക്ക് വരുന്നു, ഹാർട്ടിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് വീണ്ടും ഹാർട്ടിലേക്ക് വരുന്നു അല്ലെ. 2 വട്ടം ഒരേ ബ്ലഡ് ഹാർട്ടിലൂടെ കയറി ഇറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ മനുഷ്യന്മാരുടെ പരിചയനത്തെ ബ്ലഡ് സർക്കുലേഷന് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അഥവാ ഡബിൾ സർക്കുലേഷൻ ദ്വിപര്യനം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ, അതിൽ പൾമണറി സർക്കുലേഷൻ ഉണ്ട്, ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട്, ലങ്സിൽ നിന്ന് ഹാർട്ടിലോട്ട് സർക്കുലേഷൻ ഉണ്ട്. അതേ ബ്ലഡ് ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു, വിവിധ ഭാഗങ്ങളിൽ പോകുന്നു. 2 സർക്കുലേഷൻ ഒരേ ബ്ലഡിന് സംഭവിക്കുന്നത് കൊണ്ട്, അഥവാ പൾമണറിയും സിസ്റ്റമിക് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട്, പൾമണറി പരിചയനവും സിസ്റ്റമിക് പരിചയനവും ഒരേ ബ്ലഡിന് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ വിളിക്കുന്നു 2 വട്ടം സർക്കുലേഷൻ ഉണ്ട്, അഥവാ ഡബിൾ സർക്കുലേഷൻ ഉണ്ട്, ദ്വിപര്യനം സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അടുത്ത മക്കളെ ഹാർട്ടിന്റെ ഹെൽത്ത് ആണ്. ഹാർട്ടിന്റെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എക്സസൈസ് ചെയ്യാം, സ്മോക്ക് ചെയ്യാതിരിക്കാം, കൃത്യമായിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യുക, സ്ട്രെസ് മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, കൃത്യമായ സമയം ഉറങ്ങാന്നുള്ളതാണ് ഹാർട്ടിന്റെ നമ്മുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. അടുത്തത് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്, സസ്യങ്ങളിലെ സംബന്ധം പറയുന്ന അവസാനത്തെ ഭാഗമാണ്. ഇവിടെ പഠിക്കാനുള്ളത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്ലാന്റ്സിന്റെ താഴെയുള്ള ജലം ഏറ്റവും മേലോട്ട് എത്തുന്നത് എങ്ങനെ, മേലെ ഉണ്ടാക്കിയ ഫുഡ് താഴോട്ട് എത്തുന്നത് എങ്ങനെ, അഥവാ പ്ലാന്റ്സിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അത് സഹായിക്കുന്ന 2 ആളുകളുണ്ട്. വാട്ടർ ആൻഡ് സാൾട്ട്, ജലവും ലവണങ്ങളും കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സൈലമാണ്. ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഫ്ലോയമാണ്. 2 ആളുകളാണ് സൈലവും ഫ്ലോയം അല്ലെ. താഴത്ത് വലിച്ചെടുക്കുന്ന വെള്ളം ലവണങ്ങളും ഉച്ചി വരെ കൊണ്ടുപോകാൻ, ഏറ്റവും മേലെ വരെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് സൈലമാണ്. മേലെ ഉണ്ടാക്കിയിട്ടുള്ള ഇലകൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തിരിച്ച് താഴെ വരെ കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഇത്
ഫ്ലോയമാകുന്നു. റെഡി? സൈലത്തിന് ഫ്ലോയത്തിന് രണ്ട് ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. സൈലത്തിന്റെ ട്രക്കീഡ് വെസൽ, അതുപോലെ തന്നെ ഫ്ലോയത്തിന് സീവ് ട്യൂബ് കമ്പാനിയൻ സെല്ല്, മലയാളത്തിൽ സീവ് നാളി സഹകോശം എന്ന് വിളിക്കും. നമ്മുടെ കണ്ടക്ഷൻ ഓഫ് വാട്ടർ, സൈലത്തിലൂടെ ഫുഡ് പോകാൻ വേണ്ടി വാട്ടർ കൊണ്ടുപോകാൻ 4 ആളുകൾ സഹായിക്കുന്നുണ്ട്. ഒന്ന് ഓസ്മോസിസ്, എന്റെ മക്കൾക്ക് ഒന്നാമത്തെ പാർട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത് കൊഹിഷൻ അധിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിക്യൂളുകൾ, ഒരേ തരത്തിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള ബലത്തെ കൊഹിഷൻ എന്നും വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾ തമ്മിലുള്ള ബലത്തെ നമ്മൾ അധിഷൻ എന്ന് വിളിക്കും. ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അടുത്ത റൂട്ട് പ്രഷറാണ്. റൂട്ടിലോട്ട് വെള്ളം വരുമ്പോൾ റൂട്ട് കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, അതാണ് റൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ. അവസാനം ഫുഡ്, വെള്ളം മേലെത്തി മേലെ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഫുഡ് തിരിച്ച് താഴോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന 2 ആളുകളാണ്. ഒന്ന് ഓസ്മോസിസ്, മറ്റൊന്ന് ടെർഗർ പ്രഷർ. ടെർഗർ പ്രഷർ എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടാക്കുന്ന പ്രഷർ. നമ്മളെ ഒരു ഡാമിൽ വെള്ളം കെട്ടി നിർത്തുകയാണെങ്കിൽ ആ ഡാമിന് ഭിത്തികളിൽ പോയിട്ട് വെള്ളം ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കും, അതൊക്കെ ടെർഗർ പ്രഷർ ഉണ്ടോ. വെള്ളം കൊടുക്കുന്ന പ്രഷർ വിളിക്കുന്ന പേരാണ് ടെർഗർ പ്രഷർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം, ഈ പാഠം അവസാനിപ്പിച്ചിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഫുള്ള് പാഠത്തിലെ കണ്ടന്റ് ടോപ്പിക് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള ക്ലാസ്സിന് നമ്മൾ നോട്ട് കിട്ടാനും ഷോർട്ട് നോട്ട് കിട്ടാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ആൻസറുകൾ, PDF നോട്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് സമ്മറി അടക്കം നോട്ട്, മൈക്രോബിറ്റ് ഒക്കെ എന്റെ മക്കൾക്ക് കിട്ടും. ഒരുപാട് ആകെ ഒരു വർഷത്തെ ഈ പാഠത്തിന്റെ ഈ ബുക്കിന്റെ എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആകെ സർ 1 വർഷത്തിലെ PYQ ഉള്ളൂ. അല്ല മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, സംഘടിപ്പിച്ച് സെറ്റാക്കി അതിലോട്ട് ഇട്ട് തരും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, സെറ്റ് ആയിട്ട് പഠിക്കുക. നമ്മുടെ എക്സാമിന്റെ ഓണം എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് എൻ്റെ മക്കൾക്ക്, എഡ്യൂപോഡിന്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് അയച്ചു കൊടുക്കുക. നിങ്ങൾ പഠിച്ച് ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവർ ഇമോജി എന്ത് ചെയ്യുക, ഇതൊന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ പാഠം ഫുൾ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ ഇമോജി കമന്റ് ചെയ്യുക. ഇനി ഇതെല്ലാം സാർ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂക്കി ഇമോജി ഇല്ലടാ, ഈ ഇമോജി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി. നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ലൈവിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സെറ്റ് ആക്കിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തതിനെ റെഡി ആയിട്ട് നിൽക്കാൻ പറയാം. നമുക്ക് ഫുൾ മാർക്ക് എഡ്യൂപോഡിന്റെ കൂടെ നമ്മൾ വാങ്ങും. ഓൾ ദി ബെസ്റ്റ്.